ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദില നൂറ അനുമോളൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ആദിലയും നൂറയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നൂറ് ആദിലനോട് സംസാരിക്കുന്നുണ്ട്. ശരിക്കും ബേബി അവിടെ കറക്റ്റായിട്ട് റിയാക്ട് ചെയ്യണമായിരുന്നു, ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യേണ്ടായിരുന്നത്. ബേബീൻ്റെ പേരിൽ ബേബി ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബേബീനെ നോമിനേറ്റ് ചെയ്ത സമയത്ത് ബേബി ഇവിടെ കണ്ടതും കേട്ടതൊക്കെ ഇവിടെ വന്ന് വിളിച്ച് പറയുക, അവിടെയും കേട്ടത് ഇവിടെയും കേട്ടതൊക്കെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ബേബി കറക്റ്റായി നെവിൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആദില പറയുന്നുണ്ട്, ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കാറിക്കൊണ്ടിരിക്കും, അതേപോലെ നമ്മളും കാറിക്കൊണ്ടിരിക്കണം എന്നുണ്ടോ എന്ന് ചോദിക്കണം. ആ കാറിൻ്റെ സ്ഥലത്ത് കാറണം, എന്നാൽ ബേബി പോയി കാറിക്കോ എന്ന് പറയുന്നുണ്ട്. നിനക്ക് ഉള്ള കാര്യങ്ങൾ നീ ചെയ്യുക, എന്നിട്ട് നീ ഇനിയിപ്പോൾ എൻ്റെ ഷാഡോ ആണെന്നോ അല്ലെങ്കിൽ ബ്രാഞ്ച് ആണെന്നൊക്കെ പറഞ്ഞ് നിൽക്കും, നിനക്ക് ചെയ്യാൻ തോന്നുന്നത് എന്താ വെച്ചാൽ നീ ചെയ്തോന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അനുമോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ നൂറ് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്, എനിക്ക് ചോദിക്കേണ്ട കാര്യം എനിക്ക് ചോദിച്ചല്ലേ പറ്റൂ, എനിക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായൊരു പേടിയുണ്ട്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ബാഡ് വേർഡ് വരുമോ പുറത്ത്, അതെനിക്ക് ഭയങ്കര ഒരു പേടിയാണ്. കാരണം അന്ന് ആ ടാസ്ക് നടക്കുന്ന സമയത്ത് എൻ്റെ വായിൽ നിന്ന് ഒരു ബാഡ് വേർഡ് വന്നു, ജിഷൻ ചേട്ടൻ്റെ വായിൽ നിന്നും വന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണത് കേട്ടത്, വേറെ ആരെങ്കിലും കേട്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വരുമെന്ന്. അതുകൊണ്ട് ഞാൻ ഇവിടെ വായടച്ചേ നിൽക്കൂ, ഇങ്ങനെ എനിക്ക് പ്രതികരിക്കാൻ അറിയൂ, ഞാൻ ഇങ്ങനെ ചെയ്യൂ എന്നാണ് ആദില നൂറേനോട് പറയുന്നത്.